നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത. കമ്മീഷണർക്കൊപ്പം ACP സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത്. കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായതും ACP സുദർശൻ എന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. പോലീസ് പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയെന്ന ആരോപണവുമായി തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. BJPക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത്. CPMന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നും K മുരളീധരൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഇടപെടൽ തങ്ങൾ വിളിച്ചിട്ടല്ലെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. തൃശൂർ പൂരത്തിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കലക്കരുതെന്നും ദേവസ്വം പ്രസിഡന്റും സെക്രട്ടറിയും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ ഫ്ലക്സ് വിവാദവും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിലെ ഫ്ലക്സാണ് വിവാദത്തിലായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഫ്ലക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായത്. സ്കൂട്ടറിന് പുറകിൽ 2 വയസ്സായ കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. അമ്പലപ്പറമ്പ് റൂട്ടിൽ ചിറ്റൽപ്പള്ളി IAS എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്താണ് സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. സംഗമപുരിയെ ആവേശത്തിൽ ആറടിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുടൽമാണിക്യം ഉത്സവത്തിന് കൊടിയേറി. ഞായറാഴ്ച രാത്രി 8:30 മണിയോടെ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നഗരമണ്ണ് കൃഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റിയത്. നാഷണൽ NGO കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് 50% വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം നടന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോൾഡൻ ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ സുരേഷ് സ്മൃതി സുരേഷ് അനുസ്മരണവും സംഗീത സന്ധ്യയും നടന്നു. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടി സിനിമ, സീരിയൽ, ടെലിവിഷൻ താരം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജൻ പൈനാട്ട് അധ്യക്ഷനായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.